വരുന്ന ഓൺ എക്സാമിന് ഒരു 5 മാർക്ക് അടിപൊളിയായിരിക്കുമല്ലേ പരിപാടി എന്ന് പറയുന്നത്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ ഓർഗനൈസിങ്, നിങ്ങൾക്ക് ആർക്കും അത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ് നമ്മുടെ ഓർഗനൈസിങ് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്തൊക്കെ ആയാലും ഒരു 2 മുതൽ 5 മാർക്ക് വരെ ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് ഷുവർ ആയിട്ടും ചോദിക്കും. അപ്പൊ എന്താ ടോപ്പിക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമ്മുടെ ഡീസെൻട്രലൈസേഷൻ ഉണ്ട്. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ള കൺസെപ്റ്റിൽ നിന്നും ഡീസെൻട്രലൈസേഷൻ ഉണ്ട്, പിന്നെ ഒരു ഡെലിഗേഷൻ ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻസ് മാറിപ്പോവാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണിത്. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ഡീസെൻട്രലൈസേഷൻ്റെ ഡെഫിനിഷനിൽ കണ്ടോ നിങ്ങൾക്ക് ഡെലിഗേഷൻ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തോ മനസ്സിലായിട്ടുണ്ടാവും, ഡീസെൻട്രലൈസേഷൻ്റെ എന്താണ്, ഡീസെൻട്രലൈസേഷൻ്റെ എവിടെയോ ഉള്ളൊരു ഭാഗം മാത്രമാണ് ഈ പറയുന്ന ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. So, decentralization refers to the delegation of authority throughout all the levels of management അല്ലെങ്കിൽ throughout all the levels of the organization ആണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഏകദേശം എങ്ങനെ വരുമായിരിക്കും? ഡീസെൻട്രലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് മാനേജ്മെൻറ്റ് ഇവിടെയാണ്. എല്ലാ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിലേക്കും നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഡെലിഗേറ്റ് ചെയ്യുകയാണ് അതോറിറ്റി, അധികാരം ഡെലിഗേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്നാലല്ലേ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. എഗെയിൻ അത് വളരെ സിമ്പിൾ ആണ്. ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്, മുകളിൽ നിന്നും താഴേക്ക് വരുന്ന അതോറിറ്റിയുടെ ഒരു ഫ്ലോയിനെയാണ് നമ്മൾ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. സോ ഡീസെൻട്രലൈസേഷൻ നമുക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുമെങ്കിൽ ഡെലിഗേഷൻ നമുക്ക് എങ്ങനെ വരക്കാം? ഇങ്ങനെ വരക്കാം. ഇവിടെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് അവരുടെ കുറച്ച് അതോറിറ്റീസ് അവരെന്ത് ചെയ്യാണ്? അവർ മിഡിൽ ലെവൽ മാനേജേഴ്സിന് കൊടുക്കുകയാണ്. ദെൻ ഫൈനലി മിഡിൽ ലെവൽ മാനേജേഴ്സ് നമ്മുടെ ഓപ്പറേഷണൽ ലെവൽ മാനേജേഴ്സിന് കൊടുക്കുകയാണ്. സോ ഇതിനെ നമ്മൾ ഡെലിഗേഷൻ എന്നും ഇതിനെ നമ്മൾ ഡീസെൻട്രലൈസേഷൻ എന്നും പറയും. തീർന്നിട്ടില്ല. അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിന്റെ മെയിൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ കമ്പൽസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഡീസെൻട്രലൈസേഷൻ ഓപ്ഷണൽ ആണ്. കാരണം ഈ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന്റെ ഒരു പോളിസിയാണ്. ഓക്കെ, ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ഓർഗനൈസേഷനിൽ ഡീസെൻട്രലൈസേഷൻ വരുന്നത്. പക്ഷേ ഡെലിഗേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിൽ മാനേജേഴ്സിന് ഒരുപാട് ടാസ്ക് ഉണ്ടെങ്കിൽ കുറച്ച് ടാസ്ക് വേറൊരാൾക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ പാർട്ട് ഓഫ് പോളിസി, ദിസ് എ പാർട്ട് ഓഫ് ഷെയറിംഗ് ടാസ്ക് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനിയോ ഈ ഫ്രീഡം ഓഫ് അതോറിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, ഡെലിഗേഷൻ്റെ കേസിലാണെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ കൺട്രോൾ എന്തായാലും ഉണ്ടാകും. കാരണം കുറച്ച് ടാസ്ക് കൊടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരാൾ ഒരു സുപ്പീരിയറിനെ ഒരു സബോർഡിനേറ്റിനെ പിടിച്ച് അസിസ്റ്റന്റ് മാനേജറൊന്നും ആക്കിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിച്ച് കൊടുത്തു എന്ന് മാത്രം. പക്ഷെ ഇവിടെ ആണെങ്കിലോ ടോപ്പ് ലെവലിൻ്റെ കുറച്ച് കൺട്രോളേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെ അധികാരങ്ങൾ മാത്രമല്ല കൊടുത്തത് അല്ലേ. ലൈക്ക് ഒരു സുപ്പീരിയറിനെ പിടിച്ച് ഒരു ടീം ലീഡ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ഒരു സബോർഡിനേറ്റിനെ പിടിച്ച് ടീം ലീഡ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, അതാണ് നമുക്ക് ഡീസെൻട്രലൈസേഷനിൽ കാണാൻ സാധിച്ചത്. ഇത് നാരോ സ്കോപ്പാണ്. പക്ഷേ ഇത് വൈഡ് സ്കോപ്പാണ്. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇത്രയും വരുന്ന ഡീസെൻട്രലൈസേഷൻ്റെ ഒരു പാർട്ടാണ് ഈ പറയുന്ന ഡെലിഗേഷൻ എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഇതായിരിക്കുമല്ലോ, ഇതിൻ്റെ സ്കോപ്പ് ആയിരിക്കുമല്ലോ വലുത് എന്ന് പറയുന്നത്. ഫൈനലി പേർപ്പസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാ ഡെലിഗേറ്റ് ചെയ്യുന്നത്? ഓർഗനൈസേഷനിലുള്ള മാനേജേഴ്സിന് ഒരുപാട് വർക്കുകൾ ഉണ്ടാവും. ആ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ ആണെങ്കിലോ കാര്യങ്ങൾ സെയിം തന്നെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനിലെ സബോർഡിനേറ്റ്സിന് കുറച്ചുകൂടി അതോറിറ്റി കൊടുത്ത് അവരെ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഡീസെൻട്രലൈസേഷനും ഡെലിഗേഷനും മാറുമോ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഓൺ എക്സാമിന് നമുക്കൊരു 5 മാർക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം അല്ലേ.